Morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, Good ma'am. morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning. Good morning, ma'am. Good morning, ma'am. Good morning. Good morning. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടെ വരെ എടുത്ത്? Concrete noun and abstract noun. ഓ, കോൺക്രീറ്റ് ആൻഡ് അബ്സ്ട്രാക്ട് നോൺ അല്ലേ? ഓക്കെ. എല്ലാവരും ജോയിൻ ആയിക്കോട്ടെ കേട്ടോ. പ്രോനൗൺ എടുത്തോ? ഞാൻ ഇല്ല മാം. എടുത്തിട്ടില്ല അല്ലെ? അപ്പോ കഴിഞ്ഞ ക്ലാസ്സില് നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്തിനെ കുറിച്ചായിരുന്നു? Countable nouns. Uncountable nouns. കൗണ്ടബിൾ ആൻഡ് അൺകൗണ്ടബിൾ നൗൺസ് അല്ലേ? അപ്പൊ എന്താണ് കൗണ്ടബിൾ എന്നും അൺകൗണ്ടബിൾ എന്നും ദില്ല സുനീറിന് അറിയാം അല്ലെ? ദില്ല സുനീർ, Yes, ma'am. എന്തൊക്കെയാണ് മോനെ എന്റെ പറഞ്ഞത്? പേരല്ല മാം, മകളുടെ പേരാണ്. എന്റെ പേര് അലീന. പേരെന്താ? അലീന. അലീന. ഓക്കെ, പറഞ്ഞോളൂ. കൗണ്ടബിളും അൺകൗണ്ടബിളും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണ്? കൗണ്ടബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുന്നതായിരിക്കും. അൺകൗണ്ടബിൾ പിന്നെ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ അതിന്റെ ക്വാണ്ടിറ്റി എമൗണ്ടിൽ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയില്ല. ഓക്കെ, വെരി ഗുഡ്. ഇനി ഈ കൗണ്ടബിളിന് നമ്മൾ എത്രയായിട്ട് തിരിച്ചിട്ടുണ്ട് ജോബി വർഗീസെ? ജോബി പറഞ്ഞോ മോനെ. കൗണ്ടബിളിന് മൂന്നായിട്ട് ഏതൊക്കെയാണ്? പ്രോപ്പർ നൗൺ, കോമൺ നൗൺ, കളക്റ്റീവ് നൗൺ. എന്ത് നൗൺ? പ്രോപ്പർ നൗൺ, കോമൺ നൗൺ, കളക്റ്റീവ് നൗൺ. ഓക്കെ, വെരി ഗുഡ് അല്ലേ? പ്രോപ്പർ നൗൺ, കോമൺ നൗൺ ആൻഡ് കളക്റ്റീവ് നൗൺ. ഓക്കെ, വെരി ഗുഡ്. ഇനി കാർത്തിക, എന്താണ് ഈ കളക്റ്റീവ് നൗൺ എന്ന് വെച്ചാല്? കളക്റ്റീവ് നൗൺ വെച്ചാല് ഗ്രൂപ്പിനെ, ഒരു കൂട്ടം ഗ്രൂപ്പിനെയാണ് പറയുന്നത്. അതായത് ടീം, സ്റ്റുഡൻസ് അങ്ങനെ. ഓക്കെ, വെരി ഗുഡ്. നല്ല കുട്ടികളാണ് കേട്ടോ എല്ലാവരും. നല്ല നന്നായിട്ട് പ്രിപ്പയർ ഒക്കെ ചെയ്താലേ വന്നിരിക്കണേ. ഇനി ശ്രീജ, എന്താണ് മോനെ അൺകൗണ്ടബിൾ നൗൺസ് എന്ന് വെച്ചാല്? പറഞ്ഞു. കൗണ്ട് ചെയ്യാൻ പറ്റാത്ത സാധനങ്ങളിലെയാണ് അൺകൗണ്ടബിൾ നൗൺ എന്ന് പറയുന്നത്. അതായത് ടീം, ബഞ്ചസ് ഓഫ് ഫ്ലവേഴ്സ്, അതൊക്കെയായിരുന്നു അതിന്റെ എക്സാമ്പിൾ. ടീം, ഒരു കുറച്ച് പേര് നമ്മൾ ഇരിക്കുന്ന സമയത്ത് അതിന് ടീം, അതിനാണ് കളക്റ്റീവ് നൗൺ അല്ലേ?
ശ്രീജ എന്താണ് മാം? അത് കളക്റ്റീവ് നൗൺ അല്ലേ ശ്രീജ? അൺകൗണ്ടബിൾ അല്ലേ? കൗണ്ട് ചെയ്യാൻ അൺകൗണ്ടബിൾ അല്ലേ ഞാൻ പറ്റാത്തത് ചോദിച്ചത്? എന്തായിരുന്നു മാഡം? അൺകൗണ്ടബിൾ അല്ലേ ചോദിച്ചത്? കൗണ്ട് ചെയ്യാൻ പറ്റാത്തതിനെയാണ് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. We can't quantify with the numbers but in amount അല്ലേ? അതെ അതെ, എമൗണ്ട്, ലിറ്റർ, അതൊക്കെ അതിന്റെ എക്സാമ്പിൾ ആണ്. അത് തന്നെ അല്ലേ? അപ്പൊ അതിന് എത്രയായിട്ട് തിരിച്ചിട്ടുണ്ട്? മാം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല, അതിന് മുമ്പത്തെ ക്ലാസ്സിലുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ. ഷിയാസ് യെസ് മാം. പറഞ്ഞോളൂ. അൺകൗണ്ടബിൾ നൗൺസിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് കോൺക്രീറ്റ് ആൻഡ് രണ്ട് അബ്സ്ട്രാക്ട്. വെരി ഗുഡ്. വെച്ചോളൂ. രമ്യ യെസ് മാം. രമ്യ, എന്താണ് ഈ കോൺക്രീറ്റ് എന്ന് വെച്ചാല്? കോൺക്രീറ്റ് നൗൺ എന്ന് വെച്ചാൽ കോൺക്രീറ്റ് നൗൺ എന്ന് പറഞ്ഞാൽ നമുക്ക് അത് തൊടാനും കേൾക്കാനും ഒന്നും കഴിയാൻ പറ്റാത്ത നൗണിനെയാണ് കോൺക്രീറ്റ് നൗൺ. പറ്റാത്തതാണോ കോൺക്രീറ്റ്? രമ്യയുടെ കയ്യില് ഫോൺ രമ്യ കാണാൻ പറ്റുന്നുണ്ടോ? മൊബൈല് തൊടാൻ പറ്റണില്ലേ? കാണാൻ പറ്റുന്നുണ്ട്. കാണാൻ പറ്റുന്നുണ്ട് അല്ലെ? അപ്പൊ അതൊക്കെ എന്താണ്? കോൺക്രീറ്റ് ആണ്. ഒരു മെറ്റീരിയൽസ് അല്ലെ? നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റുന്നതൊക്കെ എന്താണ്? കോൺക്രീറ്റ് നൗൺ. തൊടാനും അല്ലെ കാണാനും ഒക്കെ സാധിക്കുന്നതാണ് കോൺക്രീറ്റ് നൗൺ. മനസ്സിലായോ രമ്യ? ഓക്കെ ഓക്കെ. ഇനി അഭിനന്ദ്. മാം, അഭിനന്ദ് എന്നല്ല, ധന്യ എന്ന പേര്. ധന്യ അല്ലെ? ധന്യ. അപ്പൊ ഈ അബ്സ്ട്രാക്ട് നൗൺ എന്താ? Noun that can be received through sense and refer to concept, ideas. Noun that can't be received through sense and refer to concept. Concept അല്ലേ? Yes ma'am. We can't. അതിന് examples feelings, emotions. Emotions, feelings, happiness, sad അല്ലേ? Yes ma'am. These are the examples of abstract noun അല്ലേ? Abstract noun. That is intangible thing അല്ലേ? Intangible ആണ്. നമുക്ക് തൊടാനോ അല്ലെങ്കിൽ അതിനെ കുറിച്ച് അറിയാനൊന്നും സാധിക്കില്ല. ബട്ട് we can feel it അല്ലേ? നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, വെരി ഗുഡ് ധന്യ, വെരി ഗുഡ്. ഇനി അടുത്തതിലേക്ക് പോകട്ടെ. എല്ലാവർക്കും ഇപ്പോ ഓൾറെഡി മനസ്സിലായല്ലോ എന്താണെന്ന്? ആർക്കെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ ഇപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുകൂടി പറഞ്ഞു തരാം. അബ്സ്ട്രാക്ട് നൗൺ ഒന്നുകൂടി പറയോ മാം? ഏതാണ് പോലെ? അബ്സ്ട്രാക്ട് നൗൺ. അബ്സ്ട്രാക്ട് നൗൺ അല്ലേ? പറയാം. ഇനി വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ? ആ കോൺട്രാക്ട് നൗണിന്റെ എക്സാമ്പിൾ ഒന്ന് പറയാം. കോൺക്രീറ്റ് എക്സാമ്പിൾ ഇതൊക്കെ പറയാം. ഇനി വേറെ ആർക്കെങ്കിലും എനിക്കത് മനസ്സിലായില്ല, എനിക്ക് എല്ലാം കൂടി പറഞ്ഞു തരാനാണ്. അപ്പൊ പറഞ്ഞു തന്നാ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാ. കോമൺ നൗൺ. ഓക്കെ. ഇനി ആർക്കൊന്നുമില്ലല്ലോ? ഒന്നുമില്ലാന്ന് വിചാരിക്കണു. ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാ? മെസ്സേജ്. Okay. And common noun. Common noun എന്ന് പറഞ്ഞു കഴിഞ്ഞാല് it is also called as general noun. General noun എന്ന് കൂടി അതിനെ വിളിക്കും. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന സ്പെസിഫിക്കേഷൻ വരുന്നതാണ് ഏത്? പ്രോപ്പർ നൗൺ അല്ലെ? സ്പെസിഫൈ ചെയ്തു കൊടുക്കുന്നതാണ് പ്രോപ്പർ നൗൺ. അപ്പൊ എന്താണ് സ്പെസിഫിക്കേഷൻ എന്ന് പറയാ അല്ലെ? ഇപ്പോ എന്താണ്? ഗംഗ is a dancer.
ഗംഗ ഈസ് എ ഡാൻസർ അല്ലേ? ഗംഗ ആരാണെന്നാ പറഞ്ഞത്? ഡാൻസർ ആണെന്ന് പറഞ്ഞു അല്ലെ? അപ്പോ ഇവിടെ നമുക്ക് എന്താണ് ഉത്തരം കിട്ടുന്നത്? ആരാണ് ഡാൻസർ? ഇപ്പോ ഗംഗയാണ് ഡാൻസർ. അപ്പൊ നമുക്ക് ഇവിടെ ഗംഗ എന്ന പേരെടുത്തു പറഞ്ഞിട്ടുണ്ട് അല്ലെ? പിന്നെ അവളുടെ പ്രൊഫഷൻ ഏതാണെന്നുള്ളതും കൂടി എടുത്തു പറഞ്ഞിട്ടുണ്ട് അല്ലെ? ഡാൻസർ എന്നുള്ളത് അല്ലെ? ഏതിലാണ് അവളുടെ സ്പെസിഫിക്കേഷൻ എന്നുള്ളത് എടുത്തു കാണിച്ചിട്ടുണ്ട്. അത് ആരാണെന്നും എന്താണെന്നും ഇവിടെ പറഞ്ഞിട്ടില്ലേ? ഇതാണ് സ്പെസിഫിക്കേഷൻ. പറഞ്ഞോളൂ. ഇതാണ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് അല്ലെ? അതായത് നമുക്ക് എന്തുണ്ട്? ആരാണെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം നമുക്ക് കിട്ടുന്നത് അല്ലെ? എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് ഉത്തരം കിട്ടുന്നുണ്ട് അല്ലെ? അപ്പോ അങ്ങനെയുള്ളതാണ് ഇത് എന്ന് പറയുന്നത് പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത്. അപ്പോ ഗംഗ എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രോപ്പർ നൗൺ ആണ്. ഇത്രയും മനസ്സിലായോ? ഇനി ഈ ഗംഗയ്ക്ക് പകരം ഞാൻ എന്ത് ചെയ്യണ്? ഷീ ഈസ് എ ഡാൻസർ. അവള് എന്താണ്? ഡാൻസർ ആണ്. ഞാൻ പ്രത്യേക സ്പെസിഫിക്കേഷൻ ഒന്നും കൊടുത്തിട്ടില്ല. ആരാണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലേ? ആരാണ് പറഞ്ഞിട്ടില്ല അല്ലെ? ആരാണ് ഇവിടെ? ഷീ അല്ലെ? ഷീ എന്നതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഷീ, ഹി, യു, ദേ, വി, ഐ, ഇതെല്ലാം തന്നെ എന്താണ്? എന്ത് നൗണാണ്? പെട്ടതാണ് അല്ലേ? ഇതെല്ലാം തന്നെ ഒരു പ്രോനൗൺ ആണ് അല്ലെ? എല്ലാം ഈ എന്താണ്? എന്തിനു പകരം സ്പെസിഫിക്കേഷൻ ആയിട്ട് കൊടുക്കുന്നതിന് പകരം നമുക്ക് എല്ലാവർക്കുമായിട്ട് നമുക്ക് എന്ത് കൊടുക്കാം? ഒരാള് നമ്മളെ അല്ലെ? അവളെന്നോ അവനെന്നോ അവരെന്നോ എന്നൊക്കെ പറയാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഈ അവരിലെ ആരൊക്കെ പെടാം? നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആൾക്കാരും പെടാം അല്ലെ? അല്ലെങ്കിൽ അവളെന്ന് പറയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളായിരിക്കാം ചിലപ്പോ അവള്. പക്ഷെ ഏതാണെന്നുള്ളത് മറ്റുള്ളവർക്ക് ചിലപ്പോ പിടിയിട്ടില്ല എന്നൊരാറ് അല്ലെ? ഷീസ് എ ഡാൻസർ എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് ഡാൻസർ? മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഞാൻ ഉദ്ദേശിച്ച ആൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ? ഷീ ഈസ് എ ഡാൻസർ എന്ന് പറയുന്ന ഒരു പ്രോനൗൺ കൊണ്ട് ഞാൻ ഇവിടെ അതിനെ കണക്ട് ചെയ്തിരിക്കുന്നു. അല്ലെങ്കിൽ ഗംഗ എന്ന് പറയുന്ന പ്രോപ്പർ നൗണെ ഷീ എന്നത് കൊണ്ട് ഞാൻ റീപ്ലേസ് ചെയ്തു. അപ്പോ ആ പ്രോനൗൺ ഞാൻ ഉപയോഗിച്ചു. അതിനെല്ലാം നമുക്ക് എന്ത് പറയാം? ദിസ് ഈസ് എ കോമൺ നൗൺ. മനസ്സിലായോ? ആർക്കൊക്കെ മനസ്സിലായി? ഇനി ഉണ്ടോ മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? കേട്ടോ, പേരിന് പകരമായിട്ടോ സ്ഥലത്തിന്റെ പേരോ അതെന്തായിക്കോട്ടെ, എന്തെങ്കിലും വസ്തുവിന്റെ പേരോ അതൊക്കെ നമുക്ക് എന്തായിട്ട് ഉപയോഗിക്കാം? ഇച്ചക്ക് ഉപയോഗിക്കാം. ഇച്ച കേട്ടോ, സാധനങ്ങൾക്ക് എന്ത് ഉപയോഗിക്കാം? ഇച്ചെന്ന് ഉപയോഗിക്കാം കേട്ടോ. അപ്പൊ അവർക്ക് പകരമായിട്ട് അവനെന്നും അവളെന്നും നിങ്ങളെന്നും അവരെന്നും ഞങ്ങളെന്നൊക്കെ ഞാനെന്നും അല്ലെ? പിന്നെ ഇച്ച് അതെന്നും ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന പ്രോപ്പർ നൗൺ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നു കേട്ടോ. ഓക്കെ ഇല്ലേ? ഓക്കെ ആയോ? ഓക്കെ ആയെങ്കില് എനിക്ക് എന്തെങ്കിലും ഒരു മറുപടി തരണം. മനസ്സിലാവാതിരുന്ന ആൾക്ക് മനസ്സിലായോ? അടുത്തത് എന്താണ്? കോൺക്രീറ്റ് നൗൺ. കോൺക്രീറ്റ് നൗൺ എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നിങ്ങളിപ്പോ ചിലപ്പോ ഒരു സിസ്റ്റത്തിലായിരിക്കും, നിങ്ങളെ ലാപ്ടോപ്പിലായിരിക്കും നിങ്ങൾ എന്ത് ചെയ്തിരിക്കുന്ന ഈ ക്ലാസ് കാണുന്നത്. അപ്പോ നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ആ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് അതിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ 10 വാക്ക് പറയാൻ പറഞ്ഞ ആ സിസ്റ്റത്തെ കുറിച്ച് നിങ്ങൾ പല വാക്കും നിങ്ങൾക്ക് പറയാൻ പറ്റും അല്ലെ? പറ്റില്ലേ? അതിനെന്തുണ്ട്? ഉണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഞാൻ ഈ ചിത്രം ഞാനിപ്പോ എന്താണ് ആ സിസ്റ്റത്തെ വരക്കാൻ പറഞ്ഞപ്പോ എനിക്ക് വരക്കാൻ പറ്റിയോ സിസ്റ്റം? ഇല്ലേ?
അത് എന്തുകൊണ്ടാണ് ഞാൻ വരച്ചത്? എന്തുകൊണ്ടാണ്? എന്റെ മനസ്സിൽ എന്തുണ്ട്? ആ സിസ്റ്റം ഉണ്ട് അല്ലേ? അതായത് ആ ഒരു എന്താണ് കമ്പ്യൂട്ടർ ഞാൻ കണ്ടിട്ടുണ്ട് അല്ലെ, ഞാൻ അതിനെ തൊട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്ക് അതിനെ കുറിച്ച് അറിയാം, അതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ എനിക്ക് നന്നായിട്ട് അറിയാം അല്ലെ. അതാണ് കോൺക്രീറ്റ് നൗൺ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോ നമ്മളുടെ മനസ്സില് അതിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ടായിരിക്കും അല്ലെ. അതെന്താണ്? ഞാൻ അതിനെ കണ്ടിട്ടുണ്ട്, എനിക്കതിനെ എന്താണ്, ഞാൻ അതിനെ തൊട്ടിട്ടുണ്ട് അല്ലെ, ഇതെല്ലാം ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പോ അതുകൊണ്ട് എന്റെ മനസ്സിൽ എന്താണ് എത്രയും പെട്ടെന്ന് എനിക്കൊരു എന്ത് ചെയ്യാൻ പറ്റി, ഒരു ചിത്രം ഇനി വരക്കാൻ പറ്റില്ലേ? ഒരു പൂവിന്റെ ചിത്രം നിങ്ങളോട് വരക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് വരയ്ക്കാൻ പറ്റില്ലേ? അല്ലെ? നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു പൂവിന്റെ ചിത്രം, അല്ലെങ്കിൽ റോസാപ്പൂവിന്റെ ചിത്രം നിങ്ങൾ വരയ്ക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ റോസാപ്പൂവിന്റെ ചിത്രം നിങ്ങൾക്ക് വരച്ച് കാണിക്കാൻ പറ്റും. കാരണം എന്താ? ആ റോസാപ്പൂ എന്തുണ്ട്? നിങ്ങളുടെ മനസ്സിലുണ്ട് അല്ലെ. അതിന്റെ ചിത്രം നിങ്ങൾ തൊട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, നിങ്ങൾ അതിനെ അനുഭവിച്ചിട്ടുണ്ട് അല്ലെ. ദാറ്റ് ഇസ് ടാഞ്ചബിൾ അല്ലെ. അത് ടാഞ്ചബിൾ ആയതുകൊണ്ട് അതാണ് കോൺക്രീറ്റ് നൗൺ എന്ന് പറയുന്നത്. ഇനി ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല. ഇനി അബ്സ്ട്രാക്ട് നൗണിന്റെ കാര്യം നേരെ തിരിച്ചാണ് കേട്ടോ. ഒരു നോ ഫിസിക്കൽ ഫീലിങ്സ് കേട്ടോ. അതിനെന്തില്ല? നോ ഫിസിക്കൽ ഐഡിയ അല്ലെ, നോ ഫിസിക്കൽ റെഫറൻസ് അല്ലെ, നോ ഫിസിക്കൽ ഫീലിങ്സ് അല്ലെ. എന്താണ്? നമുക്ക് അതിനെ കുറിച്ച് ഫിസിക്കൽ ആയിട്ടുള്ള ഫീലിങ്സ് ഇല്ല അല്ലെ. എന്നോട് പറയുകയാണ് എന്താണ്, ഒരു ഹാപ്പിയുടെ ചിത്രം വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ആകെ കൺഫ്യൂസ്ഡ് ആവും അല്ലെ. ഞാൻ ഹാപ്പിയുടെ ചിത്രം എങ്ങനെ വരക്കും? എനിക്കറിയോ ഹാപ്പി എന്ന് പറയുമ്പോൾ? ആ ഹാപ്പിയെ കൊണ്ടുവന്ന് എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? പറ്റോ? പറ്റില്ല അല്ലെ. അല്ലെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞു അല്ലെ, നിങ്ങൾക്കിടയിലുള്ള ഫ്രണ്ട്ഷിപ്പിനെ എടുത്തുകൊണ്ടുവന്ന് എന്നെ ഒന്ന് കാണിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ? അല്ലെ. പക്ഷെ നമുക്ക് ചില ഇമോജീസ് ഒക്കെ വഴിയായിട്ട് വേണമെങ്കിൽ നമുക്ക് അതിനെ കാണിക്കാം അല്ലെ. ഫ്രണ്ട്ഷിപ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇമോജീസ് ആയിട്ടൊക്കെ കാണിക്കാന്നല്ലാതെ അത് ഇന്നതാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിന്റെ ആക്ച്വൽ പിക്ചറൈസേഷൻ ഒന്നും നമുക്ക് കൊടുക്കാൻ പറ്റില്ല അല്ലെ. അപ്പൊ ഫിസിക്കൽ ഫീലിങ്സ് അല്ലെ. പക്ഷേ ഫിസിക്കലായിട്ട് നമുക്ക് എന്തില്ല, അതിനെ കാണാനോ കേൾക്കാനോ തൊടാനോ ഒന്നും സാധിക്കില്ല അല്ലെ. ദാറ്റ് ഇസ് ഇൻടാഞ്ചിബിൾ അല്ലെ. ദാറ്റ് ഇസ് ഇൻടാഞ്ചിബിൾ തിങ്, ബട്ട് വി ക്യാൻ ഫീൽ ഇറ്റ് അല്ലെ. നമുക്ക് ആ ഫീലിംഗ് ഉണ്ടാവൂലേ? ഒരു സന്തോഷം വരുമ്പോൾ ആ സന്തോഷത്തിന്റെ ഫീലിങ്സ് അല്ലെ നമ്മുടെ മനസ്സില് ഉണ്ടാവും, മെന്റലി ആയിട്ട് അല്ലെ. അത് മനസ്സുമായി ബന്ധപ്പെട്ടാണ് അല്ലെ. അപ്പോ ആ മെന്റലി ഫീലിങ്സ് അവിടെ ജനറേറ്റ് ചെയ്യപ്പെടുന്നു ഹാപ്പി എന്ന് പറയുമ്പോഴല്ലേ. അല്ലെങ്കിൽ എന്താണ്, ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോഴും രണ്ടുപേർ തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ അവിടെയും ഇതുണ്ട് അല്ലെ. ഫീലിങ്സ് അല്ലെ. എന്താണ്, ഫീലിംഗ് അവിടെ ജനറേറ്റ് ചെയ്യപ്പെടുന്നു. മനസ്സിലായോ? അതിനെയാണ് അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയുന്നത്. ഇനി ആർക്കും സംശയമൊന്നുമില്ല എന്ന് വിചാരിക്കണു. അഭിനാപി സംശയമുണ്ടോ മോളെ? ഇല്ല ഇല്ല ഇല്ല. ഓക്കെ. ഇന്ന് ഏത് ദിവസാ? ഇന്ന് ജൂൺ 19. ഏത് ദിനാചരണമായി? വായനാ ദിനം. വായനാ ദിനം അല്ലെ. എല്ലാവർക്കും അറിയാം അല്ലെ. വായനാ ദിനത്തിന് ആരാണ് വായനാ ദിനം പണിക്കരുടെ അനുസ്മരണ ദിനമാണെന്ന്. ആർക്കെങ്കിലും ഒരു കവിത പാടാൻ പറ്റുമോ?
ആരെങ്കിലും ഒരു കവിത പാടിത്തരൂ? ആരുമില്ല. കവിതകൾ അറിയാവുന്ന ആരുമില്ല? നമ്മുടെ ക്ലാസ്സിൽ ആരുമില്ല. ഒരു കുട്ടിക്ക് ഒരു കവിത അറിയില്ലേ? ആരുടെങ്കിലും കവിത മതിയോ? അത് മതി, അത് മതി. ആരും റഫീഖ് അഹമ്മദിന്റെ ഓക്കെ. ആരുടെയെങ്കിലും മതി കേട്ടോ. ഓക്കെ, ഞാൻ ശ്രമിക്കാം. എനിക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ല കവിത ചൊല്ലിനെ കുറിച്ചിട്ട്. പാടിക്കോളൂ. മരണമെത്തുന്ന നേരത്ത് നീ എന്റെ അരികിൽ ഇത്തിരി നേരമിരിക്കണേ, കരളുകൾ കോരി മരവിച്ച വിരലുകൾ പ്രിയതേ നിന്നെ തലോടി ശമിക്കുവാൻ. ഉള്ളൂ അല്ലേ? ഇനി ആർക്കെങ്കിലും പ്രചോദനായോ? അത് ഒരു എൻകറേജ്മെന്റ് ഒക്കെ കിട്ടിയോ? എന്നിട്ട് ഇത് ആർക്കെങ്കിലും പാടണമെന്നൊക്കെ തോന്നിയോ? ഉണ്ടോ ആർക്കെങ്കിലും? ഇല്ല. എന്ത് കുട്ടികളാണിത്? എല്ലാവരും എനർജറ്റിക്കായിട്ടൊക്കെ ഇരിക്കൂ. എനിക്ക് പാടാൻ ടീച്ചറെ എന്നൊക്കെ പറഞ്ഞു വേഗം വരണം അല്ലേ? ഓക്കെ. ഞാൻ അവസാനം പാടിത്തരാം കേട്ടോ. നന്നായിട്ട് ക്ലാസ്സിലേക്ക് ഇരിക്കുകയാണെങ്കിൽ അവസാനം ഞാൻ പാടാം കേട്ടോ. താങ്ക് യു. അപ്പോ pronoun is it is used, a word used instead of a noun. It is a word used instead of a noun. അല്ലേ? ഒരു വേർഡ് ആണത് അല്ലെ? ദിസ് വേർഡ് യൂസ് ഇൻസ്റ്റെഡ് ഓഫ് നൗൺ അല്ലെ? ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അല്ലെ എന്താണെന്ന്. നേരത്തെ പറഞ്ഞു. ഏത് പറഞ്ഞപ്പോ? കോമൺ നൗൺ പറഞ്ഞപ്പോ ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ നമ്മൾ അതിന് പകരമായിട്ട് പ്രോനൗൺ ആണ് ഉപയോഗിക്കുന്നത് എന്നവിടെ കോമൺ നൗൺ ആയിട്ട് ഉപയോഗിക്കുന്നത്. വേർഡ് യൂസ് ഇൻസ്റ്റെഡ് ഓഫ് എ നൗൺ അല്ലെ? ഒരു നൗണിന് പകരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്ത് പറയുന്നത്? പ്രോനൗൺ അല്ലെ? പ്രോനൗണിന്റെ മലയാളം മീനിങ് എന്താ? സർവനാമം. സർവനാമം അല്ലെ? എല്ലാവർക്കും പൊതുവായിട്ട് കൊടുക്കുന്നതാണത്. സർവനാമം അല്ലെ? ഞാൻ ഓരോരുത്തരുടെ പേരെടുത്ത് പറയുമ്പോഴേക്കും അഭിനന്ദ് അഭിനന്ദെന്ന് പറയുമ്പോഴല്ലേ? അഭിനന്ദ് തന്നെയാണോ? അല്ലല്ലേ? അപ്പോ ഞാൻ അതിന് പകരം എപ്പോഴും ഈ തന്നെയാന്ന് പറഞ്ഞോണ്ടിരിക്കുന്ന ഞാൻ എന്ത് പറയും? അവൾ അല്ലേ? രണ്ടാമത്തെ വേർഡ് ഞാൻ എന്ത് ചെയ്യും? അവൾ എന്ന് ചേർക്കും അല്ലേ? ധന്യ നല്ല കുട്ടിയാണ്. വീണ്ടും ഞാൻ ധന്യ അവിടെ പോകുന്നു. വീണ്ടും ഞാൻ ധന്യ അങ്ങനെ ചെയ്യുന്നു. വീണ്ടും ഞാൻ ധന്യ അങ്ങനെ ചെയ്യുന്നതിന്റെ ആവശ്യമുണ്ടോ? ഒരു റിപ്പീറ്റേഷൻ നമ്മൾ ഒഴിവാക്കണ്ടേ അവിടെ? we should get rid of that repetition അല്ലേ? instead of that noun അല്ലെ? ആ നൗണിന് പകരമായിട്ട് നമ്മൾ ആ റിപ്പീറ്റേഷൻ എന്ത് ചെയ്യണം? നമ്മൾ ഇങ്ങനെ ഒഴിവാക്കണം അല്ലെ? ആ ഒഴിവാക്കലാണ് ഇവിടെ നടക്കുന്നത്. ഞാൻ ധന്യ എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന പകരം ആദ്യം ഞാൻ ധന്യനെ പറയുന്നു, രണ്ടാമത് ഞാൻ എന്ത് ചെയ്യുന്നു? അവൾ എന്ന പദം ഉപയോഗിക്കുന്നു. അങ്ങനെയല്ലേ? അപ്പൊ ഞാൻ ടീച്ചർ enters the classroom. വീണ്ടും ഞാൻ പറയുന്നു ടീച്ചർ keeps her books on the table. വീണ്ടും ഞാൻ ആ ടീച്ചറെ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നു. ടീച്ചർ asked the students to pray. അല്ലേ? asked the students to pray. അപ്പോ ഞാൻ എന്ത് ചെയ്യുന്നു? ടീച്ചർ ക്ലാസ്സിലേക്ക് വരുന്നു. ടീച്ചർ അവരുടെ ബുക്ക് അവിടെ ഇരിക്കുന്നു.
ടീച്ചർ അവരോട് പറയുന്നു എന്താണ് ചോദിക്കുന്നു എന്താണ് പ്രാർത്ഥിച്ചു എന്ന് അല്ലെ, പ്രാർത്ഥിക്കാനായിട്ട് പറയുന്നു. ഇതൊക്കെ ഞാനിങ്ങനെ ടീച്ചർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആദ്യത്തെ ടീച്ചറിന് അവിടെ ഓക്കെ, ടീച്ചർ enters the ക്ലാസ് റൂം. ആരാണ് അവിടെ വന്നതെന്ന് നമ്മൾക്ക് അറിയണ്ടേ? ഞാൻ ആദ്യത്തെ സെന്റൻസിൽ നമ്മൾ നൗൺ ആയിട്ട് ഉപയോഗിച്ചു. ആ ടീച്ചർ എന്ന പദം ഒരു പ്രോപ്പർ നൗൺ ഞാൻ അവിടെ ഉപയോഗിച്ചു. രണ്ടാമത് ഈ ടീച്ചർ അല്ലെ, അവോയ്ഡ് ടു റിപ്പീറ്റേഷൻ അല്ലെ, ആ റിപ്പീറ്റേഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടി അല്ലെ, അതിനു വേണ്ടി ഞാൻ എന്ത് ചെയ്തു? ഫോർ ടു അവോയ്ഡ് ദാറ്റ് റിപ്പീറ്റേഷൻ എന്ത് ചെയ്തു? ഞാൻ ഇവിടെ എന്ത് ചെയ്തു? I eliminated the teacher, but അല്ലെ, ഞാൻ എന്ത് ചെയ്തു? ഇവിടുന്ന് ആ ടീച്ചറിനെ അങ്ങോട്ട് കളഞ്ഞു അല്ലെ, ഒഴിവാക്കി. I get rid of that teacher. ഇതിന് പകരമായിട്ട് instead of that teacher I write she അല്ലെ. ഞാൻ എന്ത് എഴുതി? I wrote she അല്ലെ. ഞാൻ എന്ത് എഴുതി? അല്ലെ, അല്ലെ, pronoun. I use that she അല്ലെ. അതിന് പകരമായിട്ട് എന്ത് ചെയ്തു? ഈ ടീച്ചറിനുള്ള സ്ഥലത്തൊക്കെ ഞാൻ എന്ത് കൂട്ടിച്ചേർത്തു? എന്താണ് ഇത്? ഷീ എന്ന് ചേർത്തു. നൗണിന് പകരമായിട്ട് instead of that noun I used she. Okay, ആയല്ലോ. Yes, ma'am. ഈ പ്രോനൗൺ എന്ന് പറയുന്നത് 8 ടൈപ്പ് ഉണ്ട് കേട്ടോ. 8 തരത്തിലെ പ്രോനൗൺസിനെ കുറിച്ചാണ് ഇനി നമ്മള് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഈസ് പേഴ്സണൽ പ്രോനൗൺ. ഈ പേഴ്സണൽ പ്രോനൗണില് അവിടെയാണ് 3 വ്യക്തികളാണ് അവിടെ ഉള്ളത്. 3 ആളുകളുണ്ട് അവിടെ. പേഴ്സണൽ പ്രൊണൗണിൽ 3 പേരാണ് അവിടെ നിൽക്കുന്നത്. 3 type of അല്ലെ, 3 persons in which stand for personal pronoun. പേഴ്സണൽ പ്രൊണൗണില് 3 ആളുകൾ. അപ്പൊ ഈ 3 ആളുകൾ എന്ന് പറയുമ്പോ നിങ്ങൾ വിചാരിക്കുന്നത് ആരെയൊക്കെ ആയിരിക്കും ഈ 3 ആളുകള്? അല്ലെ, അതന്നെ ഫസ്റ്റ് പേഴ്സൺ അല്ലെ, കേട്ടിട്ടുണ്ടാവും എല്ലാവരും അല്ലെ. ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ ആൻഡ് തേർഡ് പേഴ്സൺ. എല്ലാവർക്കും അറിയാം അല്ലെ, നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ തൊട്ട് പഠിക്കുന്നതാണ്. ഫസ്റ്റ് പേഴ്സൺ എന്നും സെക്കൻഡ് പേഴ്സൺ എന്നും തേർഡ് പേഴ്സൺ എന്നും ഒക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? എല്ലാവരും ഉണ്ട് അല്ലെ. ഫസ്റ്റ് പേഴ്സൺ എന്നും ഇതൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇതിനൊക്കെയാണ് നമ്മൾ പേഴ്സണൽ പ്രോനൗൺ എന്ന് പറയുന്നത്. ഇനി ഈ ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുന്നത് എന്താണ്? ആരൊക്കെയാണ് പറയാൻ പറ്റുമോ? ഫസ്റ്റ് പേഴ്സൺ ആരൊക്കെയാണെന്ന് ഒന്ന് പറഞ്ഞു. യു വരില്ല കേട്ടോ. യു സെക്കൻഡ് പേഴ്സൺ ആണ് കേട്ടോ. യു എന്ത് പേഴ്സൺ ആണ്? സെക്കൻഡ് പേഴ്സൺ. ഐ, വി, മീ, us, mine, ഞാൻ എഴുതുന്നത് മനസ്സിലാവുന്ന അറിയില്ല കേട്ടോ. അവേഴ്സ് ഞാൻ നോട്ട് തന്നോളാം കേട്ടോ, അപ്പൊ മനസ്സിലായി പോകുന്നു. സെക്കൻഡ് പേഴ്സൺ എന്ന് പറയുന്നത് യു ഉണ്ട്, യുവർ ഉണ്ട്, യുവേഴ്സ് ഉണ്ട്. ഇനി തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് ഹി, ഹിസ്, ഷീ, her, hers, him, it, its. ഇതൊക്കെയാണ് തേർഡ് പേഴ്സണിൽ പെടുന്നത് അല്ലെ. അപ്പോ ഫസ്റ്റ് പേഴ്സണിൽ പെടുന്നത് ഐ, വി, മീ, അസ്, മൈൻ, വി അല്ലെ, അവേഴ്സ് ഒക്കെയാണ് ഫസ്റ്റ് പേഴ്സണിൽ പെടുന്നത്. എന്തുകൊണ്ടാണ്? ഐ എന്ന് പറയുന്നത് ഒരാളല്ലേ ഉള്ളൂ അല്ലെ. ഈ ഐനെ കൊണ്ടുവന്നിട്ട് എന്തിനാണ് ഫസ്റ്റ് പേഴ്സണിൽ? ഈ ഫസ്റ്റ് പേഴ്സൺ ആദ്യത്തെ ആള് ഐ ആണ് അല്ലെ. ഈ ഐനെ കൊണ്ടുവന്ന് എന്തിനാണ് ഫസ്റ്റ് പേഴ്സൺ ആയിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നത്? വല്ല കാര്യമുണ്ടോ? ഞാൻ പറയുന്ന
എന്താണ് ഐ? ആകാശേ ആകാശേ എന്തോ ആ ഡ്രൈവിങ്ങിലൊന്നുമില്ലല്ലോ. ഞാനിപ്പോ വന്നേ ഉള്ളൂ കഴിഞ്ഞിട്ട്. ആഹാ, എന്താ ഇപ്പൊ ജോലി എന്താണ്? ഞാൻ നമ്മുടെ ലോജിസ്റ്റിക് ഇല്ലേ, ആ ലോജിസ്റ്റിക്. അതിന്റെ മെയിൻ ഹബിന്ന് മെയിൻ ഹബിലേക്കുള്ള സപ്ലൈ. എവിടെയാ സ്ഥലം? എവിടെ? എറണാകുളം. എറണാകുളത്താണോ? ഞങ്ങളൊക്കെ എറണാകുളം. എറണാകുളം നമ്മുടെ പാതാളത്ത്. പാതാളത്താണ് ഓഫീസ്. ഇതിന്റെ ഹബ്ബ് വരുന്നത് നമ്മുടെ വല്ലാർപാടം കണ്ടെയ്നർ റൂട്ടിലാ. ഓ, വല്ലാർപാടം കണ്ടെയ്നർ. അവിടെ കുറെ ട്രക്കുകൾ എടുക്കണത് അല്ലേ? ആ, ഞങ്ങളുടെ നാട്ടിൽ ഒത്തുണ്ടെന്ന് തോന്നുന്നു. അതെ, പേരെന്താ? പേര് എനിക്കറിയില്ല ആ കുട്ടിയുടെ. പേരൊക്കെ ചോദിക്കാം. ആകാശിന് അറിയാം. അപ്പൊ ആകാശ്, എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്. ഐ എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് പേഴ്സൺ ആകാനുള്ള വല്ല കാര്യമുണ്ടോ? ഇപ്പോ ഐ എന്നുള്ളത് ഫസ്റ്റ് പേഴ്സൺ ആണല്ലോ. ഈ ഫസ്റ്റ് പേഴ്സൺ ആയതുകൊണ്ട് എന്താണ് അത്? എന്തുകൊണ്ട് ഐനെ ഫസ്റ്റ് പേഴ്സൺ ആക്കിയെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിച്ചിട്ടുണ്ടാവില്ല അല്ലെ? ട്രക്കൊക്കെ ഓടിക്കുമ്പോ ഞാൻ എന്ത് ചിന്തിക്കാനാണ് എന്റെ ടീച്ചറെ? ഇതൊക്കെ ആലോചിച്ചിട്ടില്ല കാര്യമുണ്ടോ അല്ലേ? അല്ലാതെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം അല്ലേ? നമ്മൾ ആകാശനോട് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ആകാശനോട് ഒരു മറുപടി കൊടുക്കണ്ടേ? ആരെങ്കിലും ഒന്ന് ചോദിച്ചു എന്തിനാണ് അതിനെ കൊണ്ടൊന്ന് ഫസ്റ്റ് പേഴ്സണിൽ ഇട്ടേക്കണേന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അറിവുള്ള ആൾക്കാരല്ലേ ചിലപ്പോ ചോദിച്ചിരിക്കില്ല ഓർഡിനറി പേഴ്സൺസ് കേട്ടോ. അപ്പൊ എന്താണ്? എന്നാലും ആകാശിനെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മളെ കുറിച്ച് തന്നെ നമ്മൾ പറയുമ്പോ തന്നെ ഞാൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഇത്തിരി പോസസീവ്നെസ് കൂടുതലാണ് അല്ലെ? ഞാൻ എന്ന് പറയുമ്പോ ഒരു പോസസീവ്നെസ് അല്ലെ? ഞാനെന്ന ഭാവങ്ങളെ എന്നാണ് കവി പാടിയിരിക്കുന്നത്. ഏത് കവി? അല്ലെ, ഞാനറിയൊന്നുമില്ല. രാമവർമ്മനെ അറിയോ? അറിയാം അല്ലെ? വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ അച്ഛനായ വയലാർ രാമവർമ്മ അദ്ദേഹം എഴുതിയതാണ് ഞാൻ എന്ന ഭാവങ്ങളെ, കാംസുര ഹൃദയത്തിൻ താളങ്ങളെ എന്നാണ് അവരവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോ ഞാനെന്ന ഭാവം അത് മനുഷ്യന് ഒരിക്കലും വിട്ടുമാറില്ല. അപ്പോ ഇവിടെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഐ എന്ന് ഉദ്ദേശിച്ചത് ഈ ഐക്ക് ഒരു പോസസീവ്നെസ് ഉള്ളത് കൊണ്ടാണ് കേട്ടോ. അപ്പോ ഈ ഐയില് വി എന്നത് എന്തുകൊണ്ടായി ഫസ്റ്റ് പേഴ്സണായി? വിയില് ആരുണ്ട്? ഈ വിയില് ഈ ഞാനുണ്ട്. ഞാനുണ്ട്. അതുകൊണ്ടാണ് അല്ലെ? ഈ വി എന്ന് പറയുമ്പോഴും എനിക്ക് എന്ന് പറയുമ്പോ ഐ ഉണ്ട് അല്ലെ? അസ് എന്ന് പറയുമ്പോഴ് ഞങ്ങൾ എന്ന് പറയുമ്പോ ഞങ്ങൾക്കൊക്കെ പൊസസീവ് അല്ലെ? അവിടെ ആരുണ്ട്? അയ്യുണ്ട് അല്ലെ? ഞാനില്ലാതെ ഈ ഞങ്ങൾ ഉണ്ടാവില്ല അല്ലെ? പിന്നെ ഞങ്ങളുടെ എന്ന് പറയുമ്പോഴോ ഇത് ഞങ്ങളുടെ സ്കൂളാണ് അല്ലെ? അവിടെ ആരുണ്ട്? അല്ലേ? അതുകൊണ്ടാണ് ഇതൊക്കെ ഫസ്റ്റ് പേഴ്സൺ ആവാനുള്ള പ്രധാന കാരണം കേട്ടോ. വൈ എന്ന് പറയുമ്പോഴും അവിടെ എന്റേന്ന് അല്ലെ? മൈൻഡ് എന്ന് പറയുമ്പോ എന്റേതെന്ന് പറയുമ്പോഴും അവിടെ ഈ പറഞ്ഞ അയ്യുണ്ട്. അപ്പോ അതുകൊണ്ടാണ് ഈ പറഞ്ഞ വേർഡുകളൊക്കെ എന്തുകൊണ്ടാണ് ഫസ്റ്റ് പേഴ്സൺ ആയതെന്നതിന് ഉത്തരം കേട്ടോ. ഓക്കെ, അപ്പോ എല്ലാവർക്കും മനസ്സിലായോ? ഒക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അല്ലെ? ഇനി സെക്കൻഡ് പേഴ്സൺ ആയിട്ട് വരുന്നത് ആരാണ്? സെക്കൻഡ് പേഴ്സൺ അല്ലെ? സെക്കൻഡ് പേഴ്സൺ പറയണ നീ, നിങ്ങള് അല്ലെ? നിങ്ങളുടെ എന്നൊക്കെ പറയുമ്പോ രണ്ടാമത്തെ കാറ്റഗറിയാണ് അതല്ലേ? ഞാൻ കഴിഞ്ഞിട്ടുള്ളൂ നിങ്ങള്. ഫസ്റ്റ് ഞാനാണ്, അത് കഴിഞ്ഞിട്ടേ നിങ്ങളുള്ളൂ അല്ലെ? ഐ, യു, യുവർ, യോഴ്സ്. ഓക്കെ. ഇനി അത് കഴിഞ്ഞിട്ടാണ് ആരുള്ളൂ? നിങ്ങളും അല്ലെ?
ഞങ്ങളും നിങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് അവരൊക്കെ ഉള്ളൂ. മനസ്സിലായോ? ഞങ്ങളും നിങ്ങളും കഴിഞ്ഞിട്ട് മാത്രമാണ് അവനും അവളുള്ളൂ അല്ലേ? അതായത് ആര്? ഈ ഷീ ദേ വരുന്നത് അല്ലേ? ഹിസ് ഹിമ്മ് അവൾ ഹെർസൊക്കെ ഉള്ളൂ. ദയേഴ്സ് ഒക്കെ ഉള്ളട്ടാ. ദയേഴ്സ് ഒക്കെ ഉണ്ടട്ടാ. അവരുടെ എന്നൊക്കെ പറയൂലേ? പിന്നെ ഇറ്റ് ഇറ്റ്സ് ഇതൊക്കെ എത്രാമത്തെയാണ്? കേട്ടോ മക്കളെ. അപ്പൊ ഏതൊക്കെയാണ്? ഹി ഷീ ദേ പിന്നെന്താണ്? ഡയറ് ഇറ്റ് ഇറ്റ്സ് ഹിസ് ഹിമ്മ് ഹെർ ഹേഴ്സ് ഒക്കെ വരുന്നത് തേർഡ് പേഴ്സണിലാണ്. അപ്പൊ മനസ്സിലാക്ക എന്താണ്? ഞങ്ങളും നിങ്ങളും കഴിഞ്ഞിട്ടേ അവര് മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ 3 പേഴ്സൺസിനെ നമ്മള് 3 പേഴ്സൺസ് ആണ് ഇതിലുള്ളത് പേഴ്സണൽ പ്രോനൗൺസില്. ഇനി ഒരു സബ്ജക്റ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ഉണ്ട്, ഒബ്ജക്റ്റ് ഉണ്ട്. ഒബ്ജക്റ്റീവ് പ്ലേസിൽ വരാം കേട്ടോ. എന്താണ് ഈ പറയുന്നതൊക്കെ സബ്ജക്റ്റ് പ്ലേസിലും വരാം, ഒബ്ജക്റ്റീവ് പ്ലേസിലും വരാം. അത് ഞാൻ പറയാം കേട്ടോ. ഇനി ഒരു പൊസസീവ് ആയിട്ട് വരുന്നത്, അതിന്റെ പൊസസീവ്നെസ് ഏതാണെന്നും പറയാം, അഡ്ജക്റ്റീവ് ഫോം ഏതാണെന്നും പറയാം. അതായത് ഐ എന്ന് പറയുന്നത് സബ്ജക്റ്റീവ് പ്ലേസിലായിരിക്കുമ്പോൾ ഒബ്ജക്റ്റ് പ്ലേസിലേക്ക് വരുമ്പോൾ അത് എന്താവുന്നു? നീ അല്ലേ? അത് എന്താണ്? എന്താവുന്നു? നീ എന്ന്. ഇനി പൊസസീവിലേക്ക് വരുമ്പോൾ എന്ത് വരും? ഒരു പൊസസീവ്നെസ് വരും അല്ലെ? അപ്പൊ മൈൻ കേട്ടോ. പൊസസീവിലെ മൈൻ വരും. എന്റേതാണ്, എന്റേത് അല്ലെ? അത് എന്റേതാണെന്നുള്ള ഒരു പൊസസീവ് ഫോം. അഡ്ജക്റ്റീവ് ഫോമിലേക്ക് വരുമ്പോഴാണ് അത് മൈ ആവുന്നത് അല്ലെ? എന്താണ് അഡ്ജക്റ്റീവ് ഫോം? അഡ്ജക്റ്റീവ് നാമവിശേഷണം അല്ലെ? എന്താണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്? അഡ്ജക്റ്റീവ് ഫോമിലേക്ക് വരുമ്പോൾ അത് എന്താവുന്നു? മൈ ആകുന്നു. ഇനി വി എന്താവുന്നു? പ്ലൂറൽ ഫോം ആയിട്ടുള്ള വി ഒബ്ജക്റ്റീവ് പ്ലേസിൽ എന്താവുന്നു? അസ്, ഞങ്ങളുടെ അല്ലെ? അല്ലെ? ഞങ്ങളുടെ. മനസ്സിലായോ? ആ ഒബ്ജക്റ്റീവ് പ്രോനൗൺ. പൊസസീവിലേക്ക് വരുമ്പോൾ എന്ത് വരും? ഔസ്, ഞങ്ങളുടേത് എന്ന്. അഡ്ജക്റ്റീവ് ഫോമില് ഔർ എന്നാണ് വരുന്നത്. യു ആണെങ്കില് യു 2 തരത്തിൽ യു ഉണ്ട് കേട്ടോ. അത് യു എന്ന് പറയുന്നത് സിംഗുലർ ഫോമിലും വരാം, പ്ലൂറൽ ഫോമിലും വരാം. കാരണം എന്താണ്? യു സിംഗുലർ ഫോമിലും പ്ലൂറൽ ഫോമിലും വരുന്ന കാര്യം എന്താ? നീ എന്നും പറയും, നിങ്ങളെന്നും പറയും. നീ എന്ന് പറയുമ്പോൾ എന്ത് നമ്മൾ യു ഉപയോഗിക്കാറുണ്ട് അല്ലെ? നിങ്ങൾ എന്ന് പറയുമ്പോൾ എന്ത് ഉപയോഗിക്കാറുണ്ട്? നീ എന്ന് അല്ലെ? യു ഉപയോഗിക്കാറുണ്ട്. അതാണ് വ്യത്യാസം. അപ്പോ ഒബ്ജക്റ്റീവ് പ്ലേസില് യു തന്നെയാണ്. മറ്റേതാവും? യുവേഴ്സ് ആവും. പൊസസീവ് ഫോമിലെ യുവേഴ്സ്, നിങ്ങളുടെ അല്ലെ? ഇനി അഡ്ജക്റ്റീവ് ഫോമിലെ യുവർ ആകും. അത് രണ്ട് ഫോംസ് അങ്ങനെ കേട്ടോ. സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും ഇതേ ഫോം തന്നെയാണ് വരിക. ഇനി ഹി ഷീ ഇറ്റൊക്കെ ആണെങ്കിലോ അത് കാണിക്കാം കേട്ടോ. ഹി ഷീ ഇറ്റ് അല്ലെ? ഇവ 3 വരുന്നതെങ്കിലോ ഒബ്ജക്റ്റീവില് വരുമ്പോൾ അത് ഹിം ആകും, ഹെർ ആകും, ഇറ്റ് തന്നെ എടുക്കും. ഒബ്ജക്റ്റീവ് ഫോമില് ഇറ്റ് തന്നെ അല്ലെ? ഇനി പൊസസീവ് ഫോമിലാണെങ്കിലോ ഹിസ്, ഹേഴ്സ്, അവളുടേത് അല്ലെ? ഇറ്റ് എന്ന്. ഇനി അഡ്ജക്റ്റീവ് ഫോമിൽ വരുമ്പോ ഹിസ്, ഹെർ, ഇറ്റ്സ് ഈ ഫോമിലേക്ക് വരുന്നു. ദേ ആണെങ്കിലോ? ദേ ആണെങ്കിൽ them അല്ലെ? അവരെ. ഇനി അവരുടെ, ദയേഴ്സ്, ഇത് ദയർ, അവരുടെ എന്നുള്ള ഈ ഫോമിലേക്ക് ഇരിക്കുള്ളൂ എന്ത് വരുന്നത്? പേഴ്സണൽ പ്രോനൗൺ വരുന്നത്. ഓരോ സ്ഥാനങ്ങളില്
പേഴ്സണൽ പ്രോണൗൺസ് എങ്ങനെ വരുമെന്നാണ് പഠിപ്പിച്ചത്. ഓക്കെ ആയോ? അത് ഞാൻ വി ആണോ? വി എന്ന് പറയുന്നത് അസ്, ഒബ്ജക്റ്റീവ് ഫോമില് അസ് വരും. പിന്നെ പൊസസീവ് ഫോമില് അവേഴ്സ് വരും, OURS, അവേഴ്സ്. അഡ്ജക്റ്റീവ് ഫോമില് അവർ, OUR. ഓക്കെയോ? ഓക്കെ മാം. പറയണ ദിസ് ബുക്ക് ഈസ്, അല്ലെ, അതാണ് ഒബ്ജക്റ്റീവ് അല്ലെ. വേണേ പറയാം ദിസ് എന്താണ്, ദിസ് ഈസ് മൈ ബുക്ക് അല്ലെ. ദിസ് ഈസ് മൈ ബുക്ക് എന്നുള്ളത് ഞാൻ ഒബ്ജക്റ്റീവ് ഫോമിലേക്ക് എങ്ങനെ വരും? മൈ എന്നുള്ളത് എന്ത് വരും? മൈ എന്നുള്ളത് ഒബ്ജക്റ്റീവ് ഫോമിൽ എന്താണ്? എന്റേത് അല്ലെ, ഒരു പോസിറ്റീവ് ഫോമിലേക്ക് വരും അല്ലെ. ഇത് എന്റേതാണ് എന്നുള്ളത്, ആ ബുക്ക് എന്റേതാണ്. ദിസ് ബുക്ക് ഈസ് മൈൻ. മനസ്സിലായോ? അത് എന്റേതാണ്. ഓക്കെ ആയോ? ഓക്കെ. ദിസ് ഈസ് അല്ലെ, ഇത് ഒബ്ജക്റ്റീവ് ഫോമിലാണ് ഈ കിടക്കുന്നത്. ഇവിടെ വരെ കേട്ടോ, ഐ മുന്നിൽ വരികയാണെങ്കിൽ ഇത് സബ്ജക്റ്റീവ് ഫോം ആണ്. ഇതിന്റെ കൂടെ വരികയാണെങ്കിൽ എന്ത്, അഡ്ജക്റ്റീവിന്റെ കൂടെ അല്ലെ. അതായത് എന്തിന്റെ കൂടെയാണ് വന്നിരിക്കുന്നത് ഇവിടെ? ഈ ബുക്ക് എന്ന് പറയുന്ന ഇതിന്റെ കൂടെ, ആ നൗണിന്റെ കൂടെയാണ് മൈ വന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ പൊസിഷൻ ഒബ്ജക്റ്റീവ് പൊസിഷൻ ആണ്. മനസ്സിലായോ? അപ്പൊ അതിന്റെ പൊസസീവ് പ്ലേസ് ആണ് മൈൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? പൊസസീവ് ആണ് മൈൻ. ഇനി ദിസ് ഈസ് അവർ റൂം. ഇതിന്റെ പൊസസീവ് ഫോമിലേക്ക് ആക്കുമ്പോൾ എന്ത് വരും? പൊസസീവ് എന്താ? അല്ല, ഇത് ഞങ്ങളുടെ മുറിയാണെന്ന് ഞാൻ പറഞ്ഞു അല്ലെ. അപ്പോ എന്താണ്, ഇത് ഞങ്ങളുടേതാണെന്ന് പറയുന്നത് എങ്ങനെ പറയാം? ഇറ്റ്സ് അവർ റൂം. എന്താണ്, ഇത് ഞങ്ങളുടെ ആണ്. പറഞ്ഞോളൂ, അത് പറഞ്ഞോ. This room is ours. വെരി കറക്റ്റ്. ദിസ് റൂം ഈസ്, നേരെ തിരിച്ചു വരും അല്ലെ. ഈ റൂം ഇവിടെ വരും അല്ലെ. ദിസ് കഴിഞ്ഞിട്ട് ഈ റൂം വരും. ദിസ് റൂം ഈസ് ഹൗസ് അല്ലെ. ഇത് ഞങ്ങളുടെ റൂമാണ്. ഇനി ദിസ് ഈസ് യുവർ പെൻ അല്ലെ. ഇത് നിങ്ങളുടെ പേനയാണ് അല്ലെ. അപ്പൊ അതെങ്ങനെ പറയും? ഇത് നിങ്ങളുടേതാണ്, ഈ പേന നിങ്ങളുടേതാണെന്ന് എങ്ങനെ പറയും? അഭിതാ, അതാണ് കേൾക്കേണ്ടത്. ദിസ് പെൻ ഈസ് യുവേഴ്സ്. ഏകദേശം മനസ്സിലായില്ലേ? ഇനി രണ്ടാമത്തത് നമ്മൾ പഠിച്ചു, പൊസസീവ് ആണ്. രണ്ടാമത്തെ പ്രോനൗൺ ആണ് പൊസസീവ് പ്രോനൗൺ. പൊസസീവ് പ്രോനൗൺ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അല്ലെ. പൊസസീവ് പ്രോനൗണിനെ കുറിച്ച് എന്താ പറഞ്ഞത്? ടു ഷോ ഓണർഷിപ്പ് അല്ലെ. അവർക്ക് എന്ത് കാണിക്കണം? ഓണർഷിപ്പ് അല്ലെ. ആ ഒരു ഓണർഷിപ്പ് കാണിക്കുന്നതാണ് പൊസസീവ് അല്ലെ. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, പൊസസീവിൽ കിടക്കണ എന്തൊക്കെയാണ്? പൊസസീവ് നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെ കിട്ടാറുണ്ട്? മൈൻ കിട്ടും, യുവേഴ്സ് കിട്ടും, ഹിസ് കിട്ടും, 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 അതല്ലേ. ഹൗസ് കിട്ടും, ദയേഴ്സ് കിട്ടും അല്ലെ. ഇതൊക്കെ അവരുടേത്, നിങ്ങളുടേത്, എന്റേത്, അവന്റേത്, അവളുടേത് അല്ലെ, അതിൻ്റേത്. ഇതൊന്നൊക്കെ പറയുമ്പോഴെന്താണ്? ഒരു ഓണർഷിപ്പാണ് അവിടെ കാണിക്കുന്നത്. ഇതാണ് പൊസസീവ് പ്രോനൗൺ. രണ്ട് പേഴ്സണൽ പ്രോനൗണും പൊസസീവ് പ്രോനൗണും മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ.
അടുത്ത പ്രോനൗണിലേക്ക് പോകുമ്പോൾ ഇത്തിരി കൺഫ്യൂസ്ഡ് ആണ്. അതുകൊണ്ടാണ് അടുത്ത പ്രോനൗണിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ എന്ന് പറഞ്ഞത്. മാം ഇത് വെച്ചിട്ട് 2 എക്സാമ്പിൾ കൂടെ പറഞ്ഞുതരോ? ഏത് ഇത് വെച്ചിട്ടോ? അതെ, ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ. This is your pen. This pen is yours. Mine, അല്ലേ? ഇത് എന്റെ ബുക്കാണ്, പക്ഷെ ഓണർഷിപ്പ് ആണത് അല്ലേ? ആ ബുക്കിൽ ആർക്കും എന്തില്ല, ഒരു അതോറിറ്റി ഓഫ് പേഴ്സൺ ആരാണ്? ഞാനാണ് അല്ലേ? അത് വേറെ ആർക്കും അവകാശപ്പെട്ടതാണോ? അല്ല അല്ലേ? അത് തന്നെയാണ് ഇവിടെ വരുന്നത്. ദിസ് പ്രോപ്പർട്ടി ഇസ് മൈൻ അല്ലേ? ആ പ്രോപ്പർട്ടി എന്റേതാണ് എന്ന് പറയുമ്പോൾ അവിടെ ഓണർഷിപ്പ് ആണ് വരുന്നത് അല്ലേ? അല്ല, ആ ഒരു ഓണർഷിപ്പ് വന്നിരിക്കുന്നു. അടുത്തത് ഞാൻ പറഞ്ഞോട്ടെ. അടുത്തത് റിഫ്ലെക്സീവ് പ്രോണൗൺ അല്ലെങ്കിൽ എംഫാറ്റിക് പ്രോണൗൺ. എന്തെങ്കിലും പുതിയട്ടോ? നിങ്ങൾ റിഫ്ലെക്സിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും അല്ലെ? എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഈ റിഫ്ലെക്സിനെ കുറിച്ച്? ഇവിടെ അതല്ല ഉദ്ദേശിക്കുന്നതെങ്കിലും ഞാൻ ചോദിച്ചതാണ്, റിഫ്ലെക്സ് എന്ന വാക്ക് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? റിഫ്ലെക്സ് അതെ പറഞ്ഞോ, കറക്റ്റാണ്. പെട്ടെന്നുള്ള പ്രതികരണം. പെട്ടെന്നുള്ള ഒരു പ്രതികരണം, റിഫ്ലെക്സ് ആക്ഷൻ അല്ലേ? പെട്ടെന്നുള്ള പ്രതികരണമല്ല, നാഡികൾ വഴിയുള്ള ഒരു പ്രതികരണമാണ് റിഫ്ലെക്സ് ആക്ഷൻ അല്ലെ? നമ്മൾ ചെന്നിട്ട് എന്ത് ചെയ്യുന്നു? കൈ ഒന്ന് പൊള്ളിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ തലച്ചോറ് അത് പറയാം അല്ലെ? കൈ പൊള്ളിയിട്ടുണ്ടെന്ന് നമുക്ക് വിവരം നൽകും അല്ലെ? അത് റിഫ്ലെക്സ് ആക്ഷൻ ആണ് അല്ലെ? കുട്ടികൾക്കൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണതല്ലേ? പക്ഷെ ഈ ആക്ഷൻ ഇവിടെ എന്തൊരു ആക്ഷൻ ആണ്? ഇവിടെ സബ്ജക്റ്റും വർക്കും വരുന്ന ആക്ഷൻ ആണ് കേട്ടോ. ഇവിടെ ആക്ഷൻ ഓഫ് ദ സബ്ജക്ട്. ഇവിടെ ആരുടെ ആക്ഷൻ ആണ്? സബ്ജക്റ്റിന്റെ ആക്ഷൻ ആണ്. അത് ദാറ്റ് ആക്ഷൻ ടേൺസ് ബാക്ക് ടു അല്ലെ? തിരിച്ചുള്ള ഒരു എന്താണ് ആക്ഷൻ? ആ ആക്ഷൻ ആണ്. ഓർ അല്ലെങ്കിൽ റിഫ്ലെക്ട്സ് upon the same subject. വല്ലതും മനസ്സിലായോന്ന് ഇതിൽ നിന്നും? ഇല്ല. ഇല്ല, മനസ്സിലായിട്ടുണ്ടാവില്ല, എനിക്ക് നന്നായിട്ട് അറിയാം. ആക്ഷൻ ഓഫ് ദ സബ്ജക്ട്, ഒരു ഉദാഹരണമൊക്കെ പറഞ്ഞു കഴിയുമ്പോ ഇന്നതാണ് സംഗതി എന്ന് പിടിയിട്ടു. ആക്ഷൻ ഓഫ് ദ സബ്ജക്ട് ട്രെയിൻ ബാക്സ് ടു അല്ലെ? ഒരു സബ്ജക്റ്റിന്റെ ഒരു ആക്ഷൻ എന്ന് പറയുന്നത് അത് തിരിച്ചു വരികയോ അല്ല എങ്കിൽ ആ സബ്ജക്റ്റിനെ, സെയിം സബ്ജക്റ്റിനെ റിഫ്ലക്ട് ചെയ്ത് കാണിക്കുക ചെയ്യുന്നതാണ് എന്ന് പറയുന്നത് റിഫ്ലെക്സീവ് പ്രോനൗൺ എന്ന് പറയുന്നു. ഇപ്പോ എന്താണ്? ഐ ഡിഡ് ഇറ്റ് എന്ന് പറയുമ്പോൾ ഞാനത് ചെയ്തു അല്ലെ? അപ്പോ നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുകയാണ് ഇത് ആരാ ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ വേറെ ആരെങ്കിലും കയറി പറയാൻ പോകുമ്പോ നിങ്ങൾ എന്ത് പറയും? ഇല്ലില്ല, ഞാനാണ് ചെയ്തതെന്ന് നിങ്ങൾ പറയില്ലേ? പറയും അല്ലെ? അപ്പോ ഈ ഐ എന്ന് പറയുന്ന സബ്ജക്റ്റിനെ എന്ത് ചെയ്യുന്നു? ഒന്നുകൂടി അല്ലെങ്കിൽ അതിനെന്ത് ചെയ്യുന്നു? റിഫ്ലക്ട് ചെയ്ത് കാണിക്കുന്നു. ആ റിഫ്ലക്ട് ചെയ്ത് കാണിക്കുക എന്ന് പറഞ്ഞാൽ ഐ ഡിഡ് ഇറ്റ് മൈസെൽഫ് അല്ലേ? ആരെന്നെയാണ് ചെയ്തത്? അത് ഞാനാണ്. അവളൊന്നും അല്ല, ഞാൻ തന്നെയാണ് അത് ചെയ്തേക്കണേന്നുള്ളത് അല്ലേ? ഒരാൾ പറയണേ ഇവിടെ നല്ല ഭംഗിയുണ്ടല്ലോ മുറ്റവും
എന്താണ് റൂമൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് പറയുമ്പോ അത് മറ്റൊരാളെ അവകാശപ്പെടാമെന്ന് നിങ്ങൾ ചെയ്തിട്ട് അത് മറ്റൊരാളെ അവകാശപ്പെടാമെന്ന് അല്ലല്ല, അത് ഞാൻ തന്നെ ചെയ്തതാണെന്ന് നിങ്ങള് പറയും അല്ലെ. ഐ ഡിഡ് ഇറ്റ്. അപ്പോ ഞാൻ തന്നെയാണ് എന്നുള്ളതിന് വേർഡ് എന്തെന്നാണ്? myself. ആ, അപ്പോ സിംഗുലർ ആയിട്ട് മൈ സെൽഫ് അല്ലെ, ഐ എന്താവുന്നു? മൈ സെൽഫ് എന്ന്. യു എന്താവുന്നു? yourself. yourself. രണ്ട് യുവർ സെൽഫ് എന്നും വരും. പ്ലൂറൽ ആണെങ്കിൽ യുവർ സെൽഫ്സ് എന്നും വരും കേട്ടോ. യുവർ സെൽഫ്സ് എന്നും യുവർ സെൽഫ് എന്ന് ഉപയോഗിക്കാം. ഹിം ആണെങ്കിലോ ഹിം സെൽഫ് അല്ലെ. ഹി ആണെങ്കിൽ കേട്ടോ, ഹി ആണെങ്കില് ഹിം സെൽഫ് കേട്ടെ. ദേ ആണെങ്കിലോ their self. them സെൽഫ്സ്, സെൽഫ്സ് കേട്ടോ. അതായത് സിംഗുലറിന്റെ കൂടെ SELFും പ്ലൂറലിന്റെ കൂടെ SLVESും ചേർക്കണം കേട്ടോ. Okay. ഓക്കെ. അപ്പോ ഇറ്റ് ആണെങ്കിൽ എന്ത് വരും? itself. ഓക്കെ. ഓക്കെ എല്ലാവർക്കും? Yes, ma'am. ഓക്കെ അല്ലെ. ഇനി ഞാൻ പറഞ്ഞു അല്ലെ, വേറൊരു എംഫാറ്റിക് മാം വി ആണെങ്കിൽ വി WE. മേഡം ഒന്നുകൂടെ ഒന്ന് പറയുമോ? പറയും. വി പറയാം കേട്ടോ. ഇത് റിഫ്ലെക്സീവ് ആണോ പറയണ്ടേ? അതെ മാഡം. ഈ റിഫ്ലെക്സീവ് പ്രോനൗൺ എന്ന് പറയുന്നത് ഇപ്പൊ ഒരു സബ്ജക്റ്റ് പൈ എന്ന് പറയുന്ന സബ്ജക്റ്റ് അല്ലെ, ആ സബ്ജക്റ്റ് എന്താണ്? ആ സബ്ജക്റ്റിന് എന്ത് ചെയ്യാം? ഒന്നുകൂടി എന്ത് ചെയ്യാം? റിഫ്ലക്ട് ചെയ്യിക്കുക. റിഫ്ലക്ട് അപ്പോൺ എ സബ്ജക്റ്റ് എന്നാണ്. റിഫ്ലക്ട് അപ്പോൺ ദ സെയിം സബ്ജക്റ്റ്. ആ സെയിം സബ്ജക്റ്റിനെ എന്ത് ചെയ്യാം? റിഫ്ലക്ട് ചെയ്യിക്കുക എന്നുള്ളതാണ് എന്തിന്റെ ഏതെന്ന് പറയുന്നത്? റിഫ്ലെക്സീവ് പ്രോനൗൺ എന്ന് പറയുന്നത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ സബ്ജക്റ്റ് ടേൺ ബാക്ക് ടു അല്ലെ, ആ സബ്ജക്റ്റിനെ തന്നെ എന്ത് ചെയ്യാം? ടേൺ ബാക്ക് ടു അല്ലെ, തിരിച്ച് വരുത്തുക എന്നുള്ളതാണ് അവിടെ ചെയ്യുന്നത്. അപ്പോ ഐ ഡിഡ് ഇറ്റ് എന്ന് പറയുന്നത് ഞാൻ അത് ചെയ്തു അല്ലെ. ഞാൻ ചെയ്തു എന്ന് നമുക്ക് സാധാരണഗതിയിൽ പറയാം. പക്ഷെ ഞാൻ തന്നെയാണ് ചെയ്തത് എന്ന് പറയുമ്പോൾ ഐയുടെ റിഫ്ലെക്സീവ് പ്രോനൗൺ ഏതാണ്? അല്ലെ. ഐ ഡിഡ് ഇറ്റ് മൈസെൽഫ്. ഓക്കെ, ഇത്രയും ഓക്കെ ആയോ? അപ്പോ ഐ എന്നുള്ളത് എന്തായിട്ട് മാറുന്നു? മൈസെൽഫ്. വി എന്നത് എന്തായിട്ട് മാറുന്നു? അവർ സെൽഫ്. പ്ലൂറൽ ആണ്, അപ്പോ അവർ സെൽഫ്. them ആണെങ്കില് them selves. he ആണെങ്കില് himself. she ആണെങ്കില് herself. it ആണെങ്കില് itself. they ആണോ? they ആണെങ്കിൽ themselves കേട്ടോ. അപ്പൊ മനസ്സിലായില്ലേ? യു ആണെങ്കില് യു പ്ലൂറലുണ്ട്, എന്താണ് സിംഗുലർ ഉണ്ട്. യു എന്താണ് സിംഗുലർ ആണെങ്കിൽ യുവർ സെൽഫ്, പ്ലൂറൽ ആണെങ്കിൽ സെൽഫ്സ് എന്നും ചേർത്ത്. ഓക്കെ ആയില്ലേ? ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായില്ലേ? എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ എല്ലാവരും ചോദിക്കും. ഓക്കെ, ഞാനിത് നോട്ട് ഇട്ടേക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു മാം. Thank you, ma'am. 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 Okay, welcome. All are welcome. Ma'am, Thank you, ma'am. ഇല്ലല്ലോ. Welcome.
ക്ലാസ് റൂമിലാണോ അവിടെ? മാം പാട്ട് പാടില്ല, സോറി. ഇഷ്ടോട്ട് പോവാന്ന് വിചാരിച്ചു. മിസ് പാട്. പാട്ട് പാടൂ. പാട്ടല്ല മീൻസ് കവിത. പാട്ട് പാടാം. കവിത എനിക്ക് ഇങ്ങനെ അറിയില്ല. എന്നാ പാടാം. ഓക്കെ മാം പാട്ട് അറിയാതെ അറിയാതെ ശാതലഭൂമി നവനീത ചന്ദ്രിക അറിയാതെ അറിയാതെ ഇങ്ങനെ കവിതയായി ഓക്കെ. Beautiful. സൂപ്പർ ആയിരുന്നു മാം. അടിപൊളി. സൂപ്പറായിരുന്നു മാം. നന്നായി പാടിയിട്ടുണ്ട്. എന്തേ നന്നായി പാടിയിട്ടുണ്ട്. അതിലിങ്ങനെ ലയിച്ചിരിക്കണം. മിസ് പാട്ട് കഴിയാനല്ലേ? ഇടയ്ക്കൊക്കെ പാടിത്തരാം കേട്ടോ. ഓക്കെ മാം, താങ്ക് യു. ഓക്കെ, പട്ട് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ മാം, ബൈ. ബൈ. ബൈ മാം.